നമസ്കാരം. വി.ഡി. സതീശൻ ആളൊരു കേമന, 10 തലയ തനി രാവണൻ. കെ സുധാകരനെ വെട്ടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല. പറയുമ്പോൾ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ലല്ലോ. പട്ടിയെ ഓങ്ങി പന്നിയെ എറിയുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ കിടക്കട്ടെ കെ സുധാകരനും ഒരെണ്ണം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ വന്നാൽ ആ പണി ചെയ്തിട്ട് പോയാൽ പോരെ? കെ സുധാകരനും പിണറായി വിജയനുമൊക്കെ പണ്ട് 70s സാറ്റും ഒക്കെ കളിച്ച് നടന്നവരാ. ആ സ്വാതന്ത്ര്യത്തിലല്ലേ അവൻ വെട്ടിക്കൊന്ന ആളെത്ര, വെടിവെച്ച ആളെത്ര എന്നൊക്കെ കേസ് ചോദിച്ചത്. അല്ലെങ്കിൽ തന്നെ പണ്ട് MM മണി ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ നാട്ടുഭാഷയാണെന്ന് പറഞ്ഞ പിണറായിക്ക് കെ സുധാകരൻ അവൻ എന്ന് വിളിച്ചതിനെയും അങ്ങനെയൊക്കെ കാണാനുള്ള വിശാല മനസ്സുണ്ട്. അതിലിപ്പോ വി.ഡി. സതീശൻ കയറി കൊത്തേണ്ട കാര്യമുണ്ടോ? അതല്ല കാര്യം. പ്രതിപക്ഷ നേതാവായി ഞാനുള്ളപ്പോൾ ഇയാൾ കയറി എങ്ങനെ പ്രതികരിക്കണ്ട? ഏത് പഴയ ചൊരുക്ക്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയാനന്തരം പ്രതികരിക്കാൻ വന്നപ്പോൾ മൈക്ക് മുഴുവൻ കേസ് സ്വന്തമാക്കിയതും വാർത്താ സമ്മേളനത്തിന് എത്താൻ താമസിച്ചപ്പോൾ തെറി പറഞ്ഞതുമൊന്നും വി.ഡി. സതീശൻ മറന്നിട്ടില്ല. കേസേ അതാ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ ഒരു താങ്ങ് വെച്ച് തരുന്നത്. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയെ അവൻ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു സുധാകരൻ സംസാരിച്ചത്. ഏറെ കാലത്തിന് ശേഷമാണ് അതിരൂക്ഷമായ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ കെ സുധാകരൻ വിമർശിച്ചത്. മുഖ്യമന്ത്രി വിവരം കെട്ടവനാണ്, മുഖ്യമന്ത്രിക്ക് ആണത്തമുണ്ടോ, അവൻ വെട്ടിക്കൊന്ന ആളെത്ര, വെടിവെച്ചു കൊന്ന ആളെത്ര എന്നും സുധാകരൻ ചോദിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ? സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ CPM കൊന്നു? അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ലെന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത് എന്ന പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത്. DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല, കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞ് കൊന്നിട്ടില്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കി. ഇത്തരത്തിൽ ആരോപണം പിണറായി നിയമസഭയിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടി പറയുമ്പോഴായിരുന്നു സുധാകരന്റെ കടന്നാക്രമണം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുന്നതിനിടെ സുധാകരന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയ ഭരണപക്ഷത്തോട് വി.ഡി. സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വാക്കുകൾ ബഹുമാനത്തോടെയും സൂക്ഷിച്ചും പറയുന്നതാണ് എല്ലാവർക്കും നല്ലത്. നോട്ട് ദാറ്റ് എല്ലാവർക്കും നല്ലത്. മുഖ്യമന്ത്രിയുടെ പല പ്രയോഗങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ സഹയാത്രികനായ അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെ അല്ലേ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്? ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ ഭരണപക്ഷത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടായോ? പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ബിഷപ്പിനെ വിവരദോഷി എന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് റിയാസ് പറഞ്ഞു. പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ധനമന്ത്രി ബാലഗോപാലോ ഒറ്റ MLAയോ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണ് എന്ന് പറഞ്ഞില്ല. പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഭാഗ്യം. കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായി പ്രയോഗിച്ച 3-4 വാക്കുകളുണ്ട്. താനത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്ന ഒരു വാക്കുപോലും നിയമസഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടരുത് എന്ന് തനിക്ക് നിർബന്ധമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ പല വാക്കുകളും ഇവിടെ പറഞ്ഞാൽ അൺപാർലമെന്ററി ആയി പോകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും കോട്ട് ചെയ്യുന്നില്ല എന്നുമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്.